നമ്മൾ കടന്നു പോകുന്ന കഷ്ടതകളുടെയും വേദനകളുടെയും ജീവിതത്തിൻ്റെ തകർച്ചകളുടെയും വേളകളിൽ ആ കഷ്ടതകൾ നോക്കി നിൽക്കുന്ന മറ്റു വ്യക്തികൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളാണ് ആ വിഷയത്തെ ചൊല്ലി സംസാരിക്കാനായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ടായിരിക്കാം ആ കഷ്ടതയിൽ പോകുന്നത് എന്നതിന് ഒരു വിലയിരുത്തൽ നമ്മുടെ സമൂഹമോ ചുറ്റുപാടുകളോ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭാ സമൂഹങ്ങളോ ഒക്കെ ആ കഷ്ടതകളുടെ കാരണങ്ങൾ കണ്ടെത്തുകയും അത് ഇന്നതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് അവർ തന്നെ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമായിരിക്കുന്ന ഒരു നടപടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, നിങ്ങൾ ഒരു വലിയ തകർച്ചകളിലൂടെ കടന്നുപോയപ്പോൾ, വേദനകളിലൂടെ കടന്നുപോയപ്പോൾ, നൊമ്പരങ്ങളുടെയും കഷ്ടതകളുടെയും ആധിക്യത്തിലൂടെ കടന്നുപോയപ്പോഴത്തേക്കും മനുഷ്യർ നിങ്ങളുടെ ആ കഷ്ടതകളെ നോക്കി അതിനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകാം, കണ്ടിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവരാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. എൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. ഏറെക്കുറെ മനുഷ്യരുടെ എല്ലാവരുടെയും ഒരു പ്രത്യേകതയാണ് എല്ലാത്തിനും കയറി അഭിപ്രായം പറയുക, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക, അപ്പോൾ തന്നെ അത് ഇന്നതുകൊണ്ടായിരിക്കാമെന്ന് ഒരു തീരുമാനത്തിൽ അവർ തന്നെ എത്തിച്ചേരുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് ഭൂമിയിലുള്ള എല്ലാവരുടെയും ഒരു സവിശേഷതയാണ്. മിക്കവാറും നമ്മളും പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ജഡ്ജ് ചെയ്യാൻ നമ്മൾ ഭയങ്കര മിടുക്കരാണ്. നമ്മൾ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ ധാരാളമായി കണ്ടിട്ടുണ്ടാകാം. ഇന്ന് ഈ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകളുടെയും നൊമ്പരങ്ങളുടെയും ഏതെങ്കിലുമൊക്കെ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തെ നോക്കി മിക്കവാറും അവൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാരോ വേണ്ടപ്പെട്ടവരെയൊക്കെ പറയാൻ സാധ്യതയുള്ള ചില്ലറ വർത്തമാനങ്ങൾ, ആ വിഷയത്തെ ചൊല്ലി ഇന്ന കാരണത്താലായിരിക്കാം എന്ന് പറഞ്ഞ് അവർ തന്നെ ഒരു കൺക്ലൂഷനിലെത്തുന്ന ഏതാനും ചില വസ്തുതകൾ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിലും അങ്ങനെയുള്ള ചില ആൾക്കാരെക്കുറിച്ച് തിരുവെഴുത്ത് നമ്മളോട് പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അധികം കഷ്ടതകളിലൂടെ പോയിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ എന്ന് പറയുന്നത് ഇയ്യോബാണ്. പഴയ നിയമത്തിൽ ഇയ്യോബിനെ കുറിച്ച് പറയുന്ന ഏറ്റവും ശ്രദ്ധേറിയ ദൈവിക വചനങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഊസ് എന്ന ദേശത്ത് ദൈവഭക്തനായി ജീവിച്ചിരുന്ന ആ മനുഷ്യന് പെട്ടെന്ന് ഒരു ദിവസം വലിയ തകർച്ചകളിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്, വലിയ നൊമ്പരങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. ഒരു വിരുന്നുശാലയിൽ അദ്ദേഹത്തിൻ്റെ മക്കളും വേണ്ടപ്പെട്ടവരും കുടുംബക്കാരും ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്കും ഒരു വലിയ കഷ്ടത വന്ന്, ഒരു വലിയ പ്രതികൂലം വന്ന് അവിടെ മക്കളൊക്കെ മരിച്ചു പോകുന്നതായിട്ടുള്ള വാർത്ത ഇയ്യോബ് കേൾക്കുകയാണ്. അടുത്ത കുറേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇയ്യോബിൻ്റെ ശരീരം മുഴുവനും വ്രണം കൊണ്ട് നിറഞ്ഞ, അവൻ്റെ ഭാര്യ പോലും അവനെ ഉപേക്ഷിച്ച് പോകത്തക്കവണ്ണം വലിയ കഷ്ടതകളിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത്രയും അധികം ഒരു തകർച്ചയിലൂടെ കടന്നുപോയിട്ടുള്ള മറ്റൊരു മനുഷ്യൻ ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ദിവസം കൊണ്ട് മക്കളെ നഷ്ടപ്പെടുക, സ്വത്തുവകകൾ നഷ്ടപ്പെടുക, ശരീരം മുഴുവനും ജീർണിക്കുന്ന നിലവാരത്തിലേക്ക് വ്രണം കൊണ്ട് നിറയുന്ന ഒരു അനുഭവം മറ്റാർക്കും തന്നെ ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നിട്ടുണ്ടാകത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ജീവിതത്തിലും പെട്ടെന്ന് ഇങ്ങനെയുള്ള ആകസ്മികമായിരിക്കുന്ന ചില സംഭവങ്ങൾ നടക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്ത നിലവാരങ്ങളിലുള്ള വലിയ തകർച്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് ഭിന്നമായിരിക്കുന്ന എന്താ പറയേണ്ടുന്നത് കാരണങ്ങൾ നിരത്തുന്ന സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നതുവണ്ണം അദ്ദേഹത്തിൻ്റെ 3 സ്നേഹിതർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നതാണ് നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. പ്രധാനമായിട്ടും ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ വന്നു ചേർന്ന സ്നേഹിതന്മാരുമായിട്ടുള്ള സംഭാഷണമാണ്. അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ആ പുസ്തകത്തിൻ്റെ ഏറെക്കുറെ ഒരു സിംഹഭാഗവും 90% അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരുമായിട്ട് ഇയ്യോബ് സംസാരിക്കുന്ന ആ വർത്തമാനങ്ങളെയാണ് കൂടുതലും ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ കടന്നു പോകുന്ന കഷ്ടതകളിൽ തീർച്ചയായിട്ടും നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവരുടെ ആശ്വാസവാക്കുകൾ പലപ്പോഴും കുറ്റപ്പെടുത്തലുകളായിട്ട് മാറുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഓർക്കുക, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നവർ തന്നെയായിരിക്കാം മിക്കവാറും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കൊരു സഹായമായി തീരണമെന്ന് നിങ്ങൾ വിചാരിച്ച അതേ വ്യക്തികളാണ് നിങ്ങളെക്കുറിച്ച് അപവാദങ്ങളും അപകീർത്തികളും ഒക്കെ പുറത്തുപോയി പ്രചരിപ്പിക്കുകയും നിങ്ങളെ ഇരട്ടി ദുഃഖത്തിന് ഹേതുവാക്കി തീർത്തിട്ടുള്ളതും ആ വ്യക്തികൾ തന്നെയാണ്. ജീവിതത്തിൽ നമുക്ക് ആശ്വസിപ്പിക്കാൻ നമ്മുടെ അടുക്കൽ വരുന്ന എല്ലാവരും തന്നെ നമ്മുടെ നല്ലത് കരുതുന്നു എന്ന് ആരും ചിന്തിക്കരുത്. തീർച്ചയായിട്ടും അവർക്ക് മറ്റെന്തോ ഒരു കണ്ണ്
മറ്റെന്തോ ഒരു അഭിപ്രായം ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന അവൻ്റെ 3 സ്നേഹിതന്മാർ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവർ പറയുന്ന ഈ 3 വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന കഷ്ടതകളിലും നമ്മളെ നോക്കി ആൾക്കാർ പറയാൻ സാധ്യതയുള്ള വാക്കുകൾ തന്നെയാണ് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് എന്താണെന്ന് നമ്മൾ തുറന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാനും അദ്ദേഹത്തിൻ്റെ ആ കഷ്ടതകളെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്ന 3 സ്നേഹിതന്മാരുടെ പേര് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഒന്നാമത്തെ ആൾ എലീഫസ് എന്നുള്ള ആളാണ്. ബിൽദാദ് എന്ന രണ്ടാമത്തെ വ്യക്തി, സോഫർ എന്ന മൂന്നാമത്തെ ഒരു വ്യക്തിയെയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 3 പേർക്കും വ്യത്യസ്തമായിരിക്കുന്ന 3 അഭിപ്രായങ്ങളാണ് ഇയ്യോബിൻ്റെ കഷ്ടതയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ടിരിക്കുന്ന ആ ദുരന്തത്തോടുള്ള ബന്ധത്തിൽ ഇവർക്ക് പറയാനുള്ള 3 വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ വായിച്ചറിയാനായിട്ട് കഴിയും. ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളോടുകൂടിയാണ് ഇയ്യോബിൻ്റെ ഈ കഷ്ടതയെ നോക്കിക്കാണുന്നത്. ഈ 3 പേര് പറയുന്ന വാക്കുകൾ എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ദുരന്തത്തെ ഓർത്ത്, നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദനയെ ഓർത്ത്, നിങ്ങൾ കടന്നു പോകുന്ന ആ കഷ്ടതയുടെ നാൾ വഴികളെ ഓർത്ത് നാട്ടുകാർ പറയുന്നതും ഇവർ പറയുന്നതും തമ്മിൽ വളരെ സാമ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവർ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇയ്യോബിൻ്റെ ഇത്രയും വലിയ കഷ്ടതകൾ കണ്ട് അവൻ 3 ദിവസം ഒരു വാക്ക് പോലും മിണ്ടാതെ സ്തംഭിച്ചിരുന്നു എന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അത്രയും കഷ്ടതയുടെ ആധിക്യത്തിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ 3 ദിവസം അവർ മിണ്ടാതിരുന്നു എന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വേദനയുടെ അങ്ങേ അറ്റം നിൽക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറേ ആൾക്കാർ മൗനം പാലിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പാടില്ല, എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ മനുഷ്യർ നിശബ്ദമായിട്ട് നമ്മുടെ വേദനകളെ നോക്കിക്കാണാറുണ്ട്. വളരെ ഗൗരവമായിട്ട് അവർ അതിനെ പഠിക്കാറുണ്ട്, വീക്ഷിക്കാറുണ്ട്. എന്നതുപോലെ ഈ 3 സ്നേഹിതന്മാർ 3 ദിവസം ഇവൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതെ നിശ്ചലരായിട്ട് നിശബ്ദരായിട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പതിയെ വർത്തമാനം പറഞ്ഞു തുടങ്ങി. അതിലാദ്യത്തെ ആൾ സംസാരിക്കുകയാണ്. എലീഫസ് അവിടെ വർത്തമാനം പറഞ്ഞു തുടങ്ങുകയാണ്. എലീഫസിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. എലീഫസ് പറയുന്നത്, നീതിമാനായിരിക്കുന്ന ഒരുത്തനെ ദൈവം എങ്ങനെ ശിക്ഷിക്കും എന്നാണ് എലീഫസ് ഇയ്യോബിനോട് ചോദിക്കുന്നത്. എലീഫസിൻ്റെ നീതിബോധം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഇതേ ഒരു ചോദ്യം നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നവരും ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരും കർത്താവിൻ്റെ വേലയിൽ വളരെ അധ്വാനിക്കുന്നവരും ഏതെങ്കിലുമൊക്കെ നിലവാരത്തിൽ ക്രൈസ്തവ മാർഗത്തിൽ വളരെ സജീവമായി നിൽക്കുകയും ദൈവഭക്തിയിൽ തുടരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കഷ്ടത വരുമെന്നുള്ളതാണ് നാട്ടുകാരുടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. എലീഫസ് ചോദിക്കുന്നതിനകത്ത് അല്പം പോലും അവിടെ ഒരു തർക്കത്തിന് കാരണമില്ല. തീർച്ചയായിട്ടും അത് അവരുടെ നീതിബോധമാണ്. എലീഫസ് അങ്ങനെയാണ് ചോദിക്കുന്നത്, നീ നീതിമാനായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്താണ് ഗുണമുള്ളത്? അപ്പോൾ ഈ വന്നിരിക്കുന്ന കഷ്ടതയുടെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിനക്കറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ നീ മനഃപൂർവ്വം ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും ഒരു രഹസ്യ പാപമായിരിക്കാം നിന്റെ ജീവിതത്തിലെ ഈ കഷ്ടതയ്ക്ക് കാരണം. അതെങ്ങനെയാണെങ്കിൽ നീതിമാനായിരിക്കുന്ന ഒരുവനെ ദൈവം എങ്ങനെ ശിക്ഷിക്കുമെന്നുള്ളതാണ്. സമൂഹത്തിൽ ഈ പറച്ചിൽ പറയാത്ത, ഈ ചിന്ത പറയാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ നീതിയുള്ളവരാണെങ്കിൽ, നമ്മുടെ കൈ വെടിപ്പും നിർമ്മലതയും ഉള്ളതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ദൈവത്തിന് നമ്മളെ ശിക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് സാമാന്യമായിരിക്കുന്ന ഒരു ചോദ്യമാണ്, സാധാരണമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. എലീഫസ് അതാണ് ചോദിക്കുന്നത്. ഇയ്യോബേ, നീ നീതിമാനാണെങ്കിൽ ദൈവത്തിന് എന്താണ് ഗുണം? ഇങ്ങനെ ഒരു കഷ്ടത വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ നീതി എവിടെയോ പാളിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടെയോ നീ അറിയാത്ത ഒരു രഹസ്യപാപം, അല്ലെങ്കിൽ നിനക്കറിയാവുന്നതാണെങ്കിലും നീ പുറത്ത് പറയാൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു രഹസ്യ പാപം തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ദൈവം ഇങ്ങനെ നിന്നെ ശിക്ഷിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എലീഫസിൻ്റെ അഭിപ്രായം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തിനാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വരുത്തിയതെന്ന് ഒന്ന് അവലോകനം നടത്താതെ, ഒന്ന് ചിന്തിക്കാതെ, അതിനെ ഒന്ന് കൂലങ്കുശമായി പരിശോധിക്കാതെ, ആദ്യം തന്നെ നമ്മുടെ നീതിബോധത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മൾ പാപികളാണെന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന അത്തരത്തിലുള്ള കൂട്ടരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ആരെയെങ്കിലുമൊക്കെ നിങ്ങളിപ്പോൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കുക, ദൈവം നിങ്ങൾക്ക് വരുത്തിയ കഷ്ടത അത് എന്തിനാണെന്ന് അവർക്കറിയാൻ പാടില്ല, നിങ്ങൾക്കറിയാം. നിങ്ങൾ കടന്നു പോകുന്ന ആ വേദനയുടെ കാരണം എന്താണെന്ന് അവർക്കറിയാൻ പാടില്ല, നിങ്ങൾക്കറിയാം. ദൈവത്തിന് നിങ്ങൾക്ക് മാത്രമാണ് അത് ശരിക്കും അറിയാവുന്നത്. എന്നാൽ പുറത്തുള്ളവൻ ജഡ്ജ് ചെയ്യുന്നത്, പുറത്തുള്ളവൻ നോക്കിക്കാണുന്നത് ആ നീതിബോധത്തെയാണ്. നാം നീതിമാനായിരിക്കുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ നമുക്കെതിരെ ദൈവം ശിക്ഷാവിധി നടത്തുമെന്നുള്ളതാണ്. ഇതാണ് എലീഫസിൻ്റെ ഒന്നാമത്തെ അഭിപ്രായം, അല്ലെങ്കിൽ ആ കൂടി വന്ന സ്നേഹിതന്മാരിൽ
ഒന്നാമത്തെ ആൾ പറയുന്ന അഭിപ്രായം ഇതാണ്: നീ നീതിമാനാണെങ്കിൽ എങ്ങനെ ദൈവം നിന്നെ ശിക്ഷിക്കും? അപ്പോൾ നിന്റെ ഈ ശിക്ഷാവിധിയുടെ കാരണമെന്ന് പറയുന്നത് പാപമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ശങ്കിക്കേണ്ട ആവശ്യമില്ല. അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളല്ല, തീർച്ചയായിട്ടും ദൈവം ഇറങ്ങി വന്ന് അതിനകത്ത് ഒരു ഉത്തരം പറയട്ടെ. അത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒടുവിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ഇറങ്ങി വന്ന് ഇവരോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എലീഫസിൻ്റെ ഈ അഭിപ്രായം മറന്നു പോകണ്ട. നീതിബോധത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ സംസാരിക്കുന്നത്. ഈ ഒരു തെറ്റ് നീ ചെയ്തിരിക്കുന്നു, ഏതോ ചില പാപങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്, അതാണ് ദൈവം നിന്നെ ശിക്ഷിക്കാനുള്ള കാരണം. ഇതാണ് അവരുടെ സ്നേഹിതരിൽ ഒന്നാമത്തെ ആൾ പറഞ്ഞ ഒന്നാമത്തെ അഭിപ്രായം. വളരെ രസകരമായ രണ്ടാമത്തെ ഒരു അഭിപ്രായമാണ് ബിൽദാദിനുള്ളത്. രണ്ടാമത്തെ സ്നേഹിതൻ ബിൽദാദാണ്. അദ്ദേഹം പറയുന്ന അഭിപ്രായം വളരെ കൗതുകകരമാണ്. അദ്ദേഹം പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ചിലപ്പം പാപം കാണത്തില്ലായിരിക്കാം, പക്ഷെ നിന്റെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ടുണ്ടാകാം, നിന്റെ പിള്ളേർ എവിടെയെങ്കിലും പഴച്ചു പോയിട്ടുണ്ടാകാം, നിന്റെ കുഞ്ഞുങ്ങൾ എവിടെയോ വഴിതെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ജീവിതത്തിൽ ഒറ്റയടിക്ക് ഒരു ദിവസം എല്ലാ പ്രശ്നവും വന്നു കയറിയതെന്ന് ബിൽദാദിൻ്റെ അഭിപ്രായം വളരെ ഗൗരവമുള്ളതാണ്. ഈ അഭിപ്രായവും മിക്കവാറും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബിൽദാദിൻ്റെ അഭിപ്രായം, നിന്റെ കുഞ്ഞുങ്ങൾ എവിടെ പാപം ചെയ്തു, നിന്റെ പിള്ളേർ എവിടെയോ പാപം ചെയ്തു, അതുകൊണ്ടാണ് ഈ ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യനെ ശിഷ്യന്മാരും യേശുവും കാണുകയാണ്. അന്നേരം ശിഷ്യന്മാർ തിരിഞ്ഞ് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഇവൻ കുരുടനായി പറക്കാൻ തക്കവണ്ണം ഇവനാണോ പാപം ചെയ്തത്, അതോ ഇവൻ്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തത്? സ്വാഭാവികമായിട്ട് ഇസ്രായേലിയരുടെ ഇടയിലും ഇന്നത്തെ എല്ലാ മതചിന്തകന്മാരുടെ ഇടയിലും അല്പമെങ്കിലും മതബോധമുള്ള സകല മനുഷ്യരുടെയും ഉള്ളിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഒരു കൊടുങ്കാറ്റോ ഒരു പ്രശ്നമോ ഒരു തീമാരിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അഥവാ ഒരു കഷ്ടതയെ പ്രദാനം ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് പാപത്താലാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒന്നുകിൽ അപ്പനമ്മമാർ പാപം ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ മക്കൾ പാപം ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സാധാരണമായിരിക്കുന്ന ഒരു സംസാരവും രീതിയും ഒക്കെ നമ്മുടെ ഇടയിൽ വളരെ സ്വാഭാവികമാണ്. ബിൽദാദ് പറയുന്നത് നോക്കൂ: യോബൻ, നിനക്ക് ഈ കഷ്ടത വരാൻ കാരണം എൻ്റെ അഭിപ്രായത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ എവിടെയോ പാപം ചെയ്തു, നിന്റെ പിള്ളേർ എവിടെ പഴച്ചുപോയി, അതുകൊണ്ടാണ് ഈ കഷ്ടത നിനക്ക് വന്നിരിക്കുന്നത് എന്നാണ് ബിൽദാദ് യോബിനോട് പറയുന്നത്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോയപ്പോൾ ഇതേ ചോദ്യം നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ യേശു പറഞ്ഞ ആ മറുപടി ഇന്ന് നിങ്ങൾ കേട്ടിട്ടേ പോകാവൂ. യേശു തൻ്റെ ശിഷ്യന്മാരോട് തിരിഞ്ഞു പറയുകയാണ്: ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടല്ല, ദൈവമഹത്വം ഇവനിൽ വെളിപ്പെടേണ്ടതിനാണ് ഇവൻ കുരുടനായിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വന്നതിൻ്റെ കാരണം നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരോ പാപം ചെയ്തത് കൊണ്ടായിരിക്കണമെന്നില്ല. അതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാനുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിനകത്തോ നിങ്ങളുടെ ജീവിതത്തിനകത്തോ നിങ്ങളുടെ ശുശ്രൂഷയിലോ നിങ്ങൾ നിൽക്കുന്ന ഇടത്തോ ആ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കഷ്ടത വന്നിരിക്കുന്നതെന്നാണ് യേശു ക്രിസ്തുവിൻ്റെ അഭിപ്രായം. ബിൽദാദ് പറയുന്ന ഈ അഭിപ്രായത്തെ പിന്നീട് ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും ദൈവം ഹണ്ണിച്ച് കളയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എൻ്റെ ദാസനായിരിക്കുന്ന യോബിന് നേരെ എങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സംസാരിക്കുന്ന ആ വാക്കുകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് നേരെ പ്രതിസന്ധി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മയപ്പന്മാരുടെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിതരെ, വാസ്തവത്തിൽ അതിനകത്ത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയല്ല. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവം വച്ചിരിക്കുന്ന ഒരു കഷ്ടതയാണെങ്കിൽ അതിൽ സന്തോഷിക്കാൻ നിങ്ങൾക്കുണ്ട്. ദൈവം ഈ പറയുന്ന വാക്കുകളെ, ദൈവം മറ്റുള്ളവർ ഈ പറയുന്ന വാക്കുകൾക്ക് ദൈവം മറുപടി കൊടുക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കാൻ ഇന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തുകയാണ്. യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടതയും അവൻ കടന്നു പോകുന്ന ആ നൊമ്പരങ്ങളും കാണാൻ വേണ്ടിയിട്ട് വന്ന 3 സ്നേഹിതനിൽ ഏറ്റവും ഒടുവിലത്തെ വ്യക്തിയാണ് സോഫർ. സോഫറിൻ്റെ വാക്കുകൾ കുറച്ച് കട്ടിയുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്പം നൊമ്പരമുളവാക്കുന്ന ഒരു വാക്കാണ് സോഫർ പറയുന്നത്. സോഫർ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് നീ അർഹിക്കുന്നു, നിനക്ക് ഇത്രയും കിട്ടിയാൽ പോരാ, ഇനിയും കുറച്ചുകൂടി കിട്ടണം എന്നതാണ് സോഫറിൻ്റെ അഭിപ്രായം. ഇവിടെയാണ് നമ്മുടെ നെഞ്ച് കുറച്ചൊന്ന് പെടയുന്നത്, ഇവിടെയാണ് നമ്മുടെ ഹൃദയം ഒന്ന് പൊട്ടുന്നത്. നമ്മളൊരു കഷ്ടതയുടെ ചുഴിക്കകത്തായിരിക്കുമ്പോൾ മിക്കവാറും നമ്മളിലുള്ള ആൾക്കാരൊക്കെ നമ്മളായി നോക്കി പറയുന്ന ഈ വാക്ക് ചിലപ്പോഴേക്കും നമ്മുടെ ഹൃദയത്തെ പിടപ്പിക്കാറുണ്ട്, ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ഹി ഡിസേർവ് ഇറ്റ്, അവൻ അത് അർഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും, അല്ലേ? നിങ്ങൾ കടന്നുപോയ ആ ദുരന്തങ്ങളുടെ, ജീവിതത്തിൻ്റെ ആ കഷ്ടതകളുടെ നടുവിൽ
പല ആൾക്കാരും, സോഫറിനെ പോലെയുള്ള പല ആൾക്കാരും ഈ വാക്ക് നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്. ഹി ഡിസേർവ് ഇറ്റ് ഓർ ഷീ ഡിസേർവ് ഇറ്റ്. അവൾ അത് അർഹിക്കുന്നു അല്ലെങ്കിൽ അവൻ അത് അർഹിക്കുന്നു. സ്നേഹിതരെ, ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പോലും അവർക്കെതിരെ പറയാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. തീർച്ചയായിട്ടും ഇതിനൊക്കെ മറുപടി പറയേണ്ടത് നമ്മളല്ല, അത് നമ്മുടെ ദൈവം തന്നെയാണ് ഇതിനകത്ത് മറുപടി പറയേണ്ടതായിട്ടുള്ളത്. സോഫർ പറയുന്ന ആ വാക്ക് അല്പം ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. ഹി ഡിസേർവ് ഇറ്റ്, ഇതവൻ അർഹിക്കുന്നു. അടുത്ത് പറയുന്നത് കുറച്ചുകൂടി കട്ടിയുള്ളതാണ്. ഇത്രയും കിട്ടിയാൽ പോരാ, കുറച്ചുകൂടി വേണം. ഇത് മാത്രം കൊണ്ട് ഒതുങ്ങിയാൽ പോരാ, കുറച്ചുകൂടി ജീവിതത്തിൽ വരേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ നോക്കി പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് നാട്ടുകാരോടോ സഭക്കാരോടോ ബന്ധുജനത്തോടോ കുടുംബത്തിലുള്ളവരോടോ പറഞ്ഞു കൊടുത്ത് അതിനകത്ത് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും തന്നെ മെനക്കെടരുത്. അങ്ങനെ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ പരാജയപ്പെടാനാണ് സാധ്യത. ഈ വന്നു ഭവിച്ചിരിക്കുന്ന ദുരന്തത്തിൻ്റെ കാരണം എന്താണെന്ന് ദൈവമാണ് പറഞ്ഞു കൊടുക്കേണ്ടുന്നത്. അതുകൊണ്ട് സ്നേഹിതരെ, ഈ കടന്നു പോകുന്ന നൊമ്പരങ്ങളുടെയും വേദനകളുടെയും വലിയ തകർച്ചകളുടെയും നടുവിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകളുടെ നടുവിൽ, നിങ്ങൾക്ക് നേരെ ഉയരുന്ന ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളുടെ നടുവിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടുന്നത് ഇവർ ഈ പറയുന്ന വാക്കുകളോ അല്ലെങ്കിൽ ഇവരുടെ ഈ വാക്കുകളെ മറ്റ് കൗണ്ടർ കൊണ്ട് ക്ലോസ് ചെയ്യുകയല്ല നിങ്ങൾ ചെയ്യേണ്ടുന്നത്. അതിനേക്കാളപ്പുറത്ത് ഗൗരവമായി ഇതിനകത്ത് മറുപടി പറയാൻ കഴിയുന്ന കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കൃത്യസമയത്ത് ദൈവം ഇറങ്ങി വന്ന് ഇതിനകത്ത് മറുപടി പറയും എന്നുള്ളത് ഇയ്യോബിൻ്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠമാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഇന്ന് ഈ ദൈവവചനം കേട്ട എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട്, അമ്മയപ്പന്മാരോട്, സ്നേഹിതരോട്, കുഞ്ഞുങ്ങളോട് വളരെ ആദരവോടെ നിങ്ങളുടെ ഒരു മകനെ പോലെ, സ്നേഹിതനെ പോലെ, ദൈവദാസനെ പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കേൾക്കുന്ന ഈ പഴിവാക്കുകൾ, നിങ്ങളുടെ കഷ്ടതകളെ നോക്കി ആൾക്കാർ പറയുന്ന ഈ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ, അതിന് നേരെ സമരത്തിന് നിൽക്കാതെ വളരെ ഗൗരവമായി അതിനെ നമുക്ക് ദൈവകരങ്ങളിൽ ഒന്ന് കൊടുക്കാം. ദൈവം ഇവർക്ക് മറുപടി കൊടുക്കട്ടെ. ബിൽദാദ് പറയുന്നതായിരുന്നാലും, സോഫർ പറയുന്നതായിരുന്നാലും, എലീഫാസ് പറയുന്നതായിരുന്നാലും, ഇവരെല്ലാം ഓരോ പ്രതിനിധികളാണ്. നമ്മുടെ സമൂഹത്തിലെ ഓരോ പ്രതിനിധികളാണ് ഇവർ. ഇവർ പറയുന്ന ഈ വാക്കുകൾക്കുള്ള മറുപടി ദൈവത്തിൽ നിന്നുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.